നാരായണ 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 നാരായണ. എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം. ഭാഗവതം കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടാവാൻ നമ്മളെപ്പോഴും പൂർവജന്മ സുഹൃതത്തെയാണ് ആശ്രയിക്കാറ്. കലികാലത്തിൽ എന്താ കുഴപ്പച്ചാൽ ഈ സംഘദോഷം, സംസർഗ സമ്പർക്ക ദോഷങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ അതിൽ നിന്നൊന്നിങ്ങനെ മാറ്റി നിർത്തും എന്നാണ് പറയുക. അപ്പോൾ നല്ലവർക്ക് തന്നെ ചിലപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങളെ കൊണ്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലയോ എന്ന് തോന്നിക്കും എന്നാണ്. അപ്പോൾ ഭാഗവതം ശരിക്കും കഥകളെ മുഴുവൻ മനസ്സിലാക്കുക, അതെന്നെ മനനം ചെയ്യുക, അതേ വേണ്ടൂ എന്നാണ്. ബാക്കി എല്ലാ പണികളും നമ്മൾ ചെയ്യുകയും വേണം. കുട്ടിക്കാലത്ത് കുട്ടികളുടെ പണി വിവാഹം കഴിച്ചുള്ള ആ സമയത്തൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഉത്തരവാദിത്തങ്ങൾ, കുറച്ചുകൂടി കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ പേരക്കുട്ടികളുടെ കാര്യം, അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. അവസാന കാലത്ത് താൻ എന്തൊക്കെയാണോ നേടിയത് വെച്ചാൽ അത് ബാക്കിയുള്ളവർക്ക് ജ്ഞാനാച്ചാൽ ജ്ഞാനം കൊടുക്കണം, ധാനാച്ചാൽ ധാനം കൊടുക്കണം. അങ്ങനെ കയ്യിലുള്ളതൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് മരിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് വേണം ഇത് സ്വീകരിക്കാൻ. സുഖത്തിൻ്റെ പിന്നാലെ ഓടുക, ആ ഓടണേൻ്റെ ഇടയ്ക്ക് ഒരു ഇത്തിരി നേരം ഇത് കേൾക്കുക, അതാണ് വേണ്ടത്. അത് പിന്നെ ആവാമെന്ന് വയ്ക്കലല്ല വേണ്ടത്, ഇപ്പോഴും വേണം, എപ്പോഴും വേണം. അങ്ങനെയാണ്. അങ്ങനെ ഒരു നിശ്ചയം ഉണ്ടായാലാണ് ഭാഗവതം ശരിക്കും ജീവിതത്തിൽ ഒരു ഉപകാരമായിട്ട് മാറുക എന്ന് സാരം. ഇപ്പോൾ ഇവിടെ അഷ്ടമസ്കന്ധത്തിൽ 19ാമത്തെ അധ്യായം ആണ് നമ്മൾ പറയാൻ നിൽക്കുന്നത്. 19 മുതൽ മഹാബലി വാമനനെ കണ്ട് നല്ലോണം പൂജിച്ച് എന്താ വേണ്ടച്ചാൽ തരാം, എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ തരാം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ആ ഭഗവാൻ വാമനമൂർത്തിയാണ്, പക്ഷേ ഈശ്വരത്വം തന്നെയാണ്. എത്രത്തോളം കാണിക്കുന്നു എന്നുള്ളത് നമുക്കിങ്ങനെ ക്രമേണയായിട്ടേ പറയാൻ പറ്റുള്ളൂ. ഈശ്വരത്വം കാണിക്കൽ ത്രിവിക്രമനായിട്ട് ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ ഈശ്വരത്വമായില്ലോ, വാക്കുകളിലൊക്കെ ഈശ്വരത്വം ഉണ്ട്. അതാണ്. അപ്പം നമ്മൾ കേമനാണെന്ന് വിചാരിച്ചിട്ടൊരു ജ്ഞാനിയുടെ മുമ്പിൽ ചെന്നിട്ട് എനിക്കിതാ ഇന്ന ജ്ഞാനമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്ഞാനം ഇത്രയേ ഉള്ളൂ എന്ന് ആ ജ്ഞാനി മനസ്സിലാക്കും. എന്നിട്ട് അദ്ദേഹം 1-2 ചോദ്യങ്ങൾ നമുക്ക് അറിയില്ല എന്ന് ഏകദേശം അവർ ഊഹിച്ചിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ കിട്ടില്ല, കാരണം നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ ജ്ഞാനിയെ കുറ്റപ്പെടുത്തും. എനിക്ക് അറിയണ കാര്യങ്ങൾ ചോദിക്കാതെ കണ്ട് യഥാർത്ഥ ജ്ഞാനി അങ്ങനെയല്ലേ പക്വത കാണിക്കേണ്ടത്. കുറ്റം നമ്മുടെയാണ്, പക്ഷെ ആരോപണം ആ ജ്ഞാനിക്കാണ്, ഗുരുവിനാണ് ഉണ്ടാവുക. ഇതൊരു ലോകരീതിയാണ്, നീതിയല്ല, ലോകരീതിയാണ്, പ്രത്യേകിച്ച് കലികാലത്തിൽ. ഇവിടെ ഭഗവാനും അത് തന്നെയാണ് ചെയ്യാൻ പോണത്. നമുക്ക് കേൾക്കാം. അങ്ങനെ എല്ലാം തരാമെന്ന് പറഞ്ഞതായിട്ടുള്ള ആ ബലിയോട് ഭഗവാൻ പറഞ്ഞു, ബലി ഇപ്പം പറഞ്ഞത് ധർമ്മമാണ്, സത്യവുമാണ്. എനിക്ക് സന്തോഷമായി. കാരണം ഒരു ബ്രഹ്മചാരി വാമനൻ എന്നുള്ള നിലയ്ക്കാണല്ലോ വടുവാമന രൂപം. അത് വടുവാമന രൂപത്തിൻ്റെ പ്രത്യേകത എല്ലാ കഴിവുകളും ഉള്ള, ശ്രേഷ്ഠതയുള്ള, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ഒരു ഉപനിച്ചുണ്ണി എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്ര മുഴുവൻ കിട്ടിയിട്ടുണ്ടാവില്ല, എങ്കിലും ആ പദവിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു അർഹതയുണ്ട്. ഇനി വേദം പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വേദം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അറിവുകൾ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ അതിൽ അതിൻ്റേതായ ഒരു ഈശ്വര അനുഗ്രഹം തത്സമയത്ത് കുറച്ചധികം ഉണ്ടാവുകയും ചെയ്യും. ആ ഭഗവാനാണ് പറയുന്നത്, രാജാവേ, അങ്ങയുടെ കുലത്തിനും ധർമ്മത്തിനും യോജിച്ച വാക്കാണ് അങ്ങിപ്പോൾ പറഞ്ഞത്. ഈ പ്രഹ്ലാദൻ്റെ പൗത്രനായിട്ട്, പ്രഹ്ലാദൻ്റെ പുത്രൻ വിരോചനൻ, വിരോചനൻ്റെ പുത്രനായിട്ട്, ശുക്രാചാര്യരുടെ ശിഷ്യനായിട്ട്, അതൊക്കെ അങ്ങയുടെ ഭാഗ്യമാണ്. അങ്ങ് ധാർമ്മികനാണ്, ദാനശീലമുണ്ട്. ദാനശീലുണ്ട് എന്നുള്ളത് പരമ്പരയാ ദാനശീലുണ്ട് എന്നും കൂടി പറഞ്ഞു. അങ്ങയുടെ വംശത്തിൽ ഭീരുക്കളില്ല.
ബ്രാഹ്മണന് എന്തും നൽകും, പറഞ്ഞിട്ട് പിന്മാറില്ല. ആവശ്യപ്പെട്ടത് കൊടുക്കാതെ ഇതുവരെ ഇരുന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുക അങ്ങനെ ഉണ്ടായിട്ടില്ല. ചില ഭീരുത്വം കാണിക്കാറില്ല. അപ്പോൾ വംശം വളരെ പ്രകീർത്തിക്കപ്പെടേണ്ടതാണ്. പ്രഹ്ലാദൻ്റെ കീർത്തി എത്ര പ്രസിദ്ധ. ഹിരണ്യാക്ഷൻ്റെ ആ യുദ്ധം, വിഷ്ണുവുമായിട്ട് ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഭൂമി ഒളിപ്പിച്ചതായിട്ടുള്ള ഹിരണ്യാക്ഷൻ വിഷ്ണുവിനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് വിഷ്ണു പോലും ഭഗവാനാണ്, വിഷ്ണുവാണ്. എന്നിട്ടും ആ ഹിരണ്യാക്ഷനെ ശ്ലാഘിച്ചു. ഹിരണ്യാക്ഷൻ മരിച്ചു, അതില്ല എന്ന് പറയില്ല. പക്ഷേ വിഷ്ണു പറയണത് വിഷ്ണു അല്ല ജയിച്ചത്, ഹിരണ്യാക്ഷനാണ് ജയിച്ചത്. ആരും വിജയം അത്ര ആഘോഷിച്ചിട്ടില്ല. ഹിരണ്യകശിപു പകരം ചോദിക്കാൻ ചെന്നപ്പോൾ ഒളിച്ചു വിഷ്ണു. എവിടേക്ക്? ഹിരണ്യകശിപുവിൻ്റെ അകത്തേക്ക് ഒളിച്ചു. അത് ഹിരണ്യകശിപു അകത്തേക്ക് നോക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പേടിച്ചിട്ടല്ലേ, രണ്ടുപേര് ഏട്ടനെ അനിയനും പേടിയാണ്. ഹിരണ്യാക്ഷൻ്റെ യുദ്ധമുറ ഭഗവാന് വളരെയധികം ഇഷ്ടമായി ഇത്രേ. അതുകൊണ്ടാണ് സന്ധ്യ കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം കൂടി യുദ്ധം ചെയ്തിട്ട് ബ്രഹ്മാവിനെ പോലും പരിഭ്രമിപ്പിച്ചത്. അതേപോലെ ഹിരണ്യകശിപു തൻ്റെ ഈ വിഷ്ണു സ്വരൂപത്തെ ഒരുപക്ഷെ കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും എന്ന നിലയ്ക്ക് പേടിച്ചിട്ട് ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോവാണ്ടായത്. ഉള്ളിലേക്ക് നോക്കില്ല, അന്തർമുഖനല്ലാത്തതുകൊണ്ട് ഉള്ളിലേക്ക് നോക്കില്ല. അങ്ങനെ ഒളിച്ചിരുന്നു. ഇതൊന്നും സാധാരണഗതിയിൽ അങ്ങയുടെ ഈ പാരമ്പര്യത്തിൻ്റെ പ്രത്യേകതയാണ്. എല്ലാവർക്കും എങ്ങനെയൊന്നുമല്ല വരിക. അപ്പോൾ ഹിരണ്യകശിപു എല്ലാ ദിക്കിലും തെരഞ്ഞു, ശത്രു മരിച്ചു എന്ന് പറഞ്ഞു. ഹിരണ്യകശിപുവാണ് ത്രിലോക വിജയിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അത്ര ധീരൻ പരാക്രമിയാണ് നിങ്ങളുടെ വംശം മുഴുവൻ. ഇനി അച്ഛൻ്റെ കാര്യം പറയാം. ദേവന്മാർ ബ്രാഹ്മണ വേഷം കെട്ടിച്ചെന്നിട്ട് ആയുസ് ചോദിച്ചു. ദേവന്മാരാണ് എന്നറിഞ്ഞിട്ടും വിരോചനൻ ബ്രാഹ്മണ ഭക്തി ഉപേക്ഷിച്ചില്ല, ആയുസ് കൊടുത്തു, മരിച്ചു. ആ ധീരത ഇത് അങ്ങയുടെ പാരമ്പര്യമാണ്. തെറ്റുകൂടാതെ കണ്ട് വേണ്ട ആചാരങ്ങളെ മുഴുവൻ ഇതുവരെ അങ്ങ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങയോട് ചെറിയ ഒരു ആവശ്യത്തെ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവരൊക്കെ എൻ്റെ കൂടെ പോകുന്നു, അത്രയേ ഉള്ളൂ. അതൊന്നും എനിക്ക് സാരില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ ഒരു ബ്രഹ്മചാരിയാണല്ലോ. ബ്രഹ്മചാരി തപസ് ചെയ്യണം എന്നല്ലേ വെച്ചേർക്കണത്. അപ്പോൾ തപസ് ചെയ്താൽ സ്വന്തം സ്ഥലത്ത് ഇരുന്നിട്ട് തപസ് ചെയ്യണം എന്നൊരു മോഹമുണ്ട്. അങ്ങ് തരാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു 3 അടി മണ്ണ് എനിക്ക് തന്നാൽ സന്തോഷമാണ്. ഇരുന്ന് സ്വന്തം സ്ഥലത്ത് ഇരുന്നിട്ട് തപസ് ചെയ്യാൻ, എന്നാൽ പിന്നെ ആരും പേടിക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. അത്രയേ വേണ്ടൂ. ഇരിക്കാനുള്ള സ്ഥലം 3 ലോകം അങ്ങയുടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് അത്യാവശ്യമായതുകൊണ്ട് ചോദിക്കണു എന്നേ ഉള്ളൂ. അങ്ങയുടെ അധികാരത്തിലാണല്ലോ ഇരിക്കണത്. അപ്പോൾ എനിക്കും അങ്ങയിൽ നിന്ന് ഞാനിങ്ങനെ വാങ്ങിച്ചാൽ എന്നെ പാപം ബാധിക്കില്ല. കാരണം ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അങ്ങാണെങ്കിൽ ത്രിലോക വിജയിയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബലി പറഞ്ഞു, ബ്രാഹ്മണകുമാര, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്, നല്ല നല്ല വാക്കാണ്. പക്ഷേ അങ്ങ് കുട്ടിയല്ലേ, സ്വന്തം കാര്യം നോക്കാനുള്ള ഒരു വ്യശത കുറയും. അപ്പം അതുകൊണ്ട് 3 അടി മാത്രം ചോദിച്ചത് പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങക്ക് ഇവിടുന്ന് അങ്ങോട്ട് ജീവിതം വലിയ തോതിൽ കിടക്കുക. അതല്ല വെച്ചാൽ പിന്നെ രണ്ടാമത് വന്നിട്ട് ആദ്യം ആവശ്യപ്പെടണ്ടേ? അല്ല, അപ്പം ഞാൻ തരും, തരില്ലായിട്ടല്ല. പക്ഷെ ഇപ്പം തന്നെ ഞാൻ തരാൻ തയ്യാറാണ്. അങ്ങ് ബ്രഹ്മചാരിയാണ്, ഇപ്പം യാഗസമയമാണ്, അങ്ങക്ക് തന്ന പുണ്യം കൂടുതലുണ്ട്. ഈ സപ്ത വെച്ച വൻകരകൾ അത് എൻ്റെയാണ്. അതിലൊരു വൻകര ഞാൻ അങ്ങേക്കാ തരാം, ഒരു ദ്വീപ് മുഴുവൻ അങ്ങേക്കാ തരാം. എന്നോട് ഒരാൾ ചോദിച്ചിട്ട് പിന്നെ വീണ്ടും മറ്റൊരാളോട് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്കൊരു കുറച്ചിലല്ലേ. അപ്പോൾ അതുകൊണ്ട് ചോദിക്കേണ്ടി വരണ്ടാച്ചിട്ടാണ്. അതെനിക്ക് നാണക്കേടാണ്. അപ്പോൾ വാമനൻ പറഞ്ഞു, ആർക്കും എത്ര കിട്ടിയാലും തൃപ്തി വരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. 3 അടിയായാലും 3 ദേശമായാലും 3 രാജ്യമായാലും ഭൂമി മുഴുവനായാലും ഒരു പക്ഷേ മതിയെന്ന് തോന്നില്ല. പൃഥുവിനും കൂടി തൃപ്തി വന്നിട്ടില്ല എന്ന് പൃഥു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നുള്ളത് എതിർച്ഛാലാപതുഷ്ടിയാണ് വേണ്ടത് എന്നാണ് വാമനൻ ബലിയോട് പറയുക. അസന്തുഷ്ടൻ ദരിദ്രനാണ് എന്നാണ് ഞാൻ പഠിച്ചത്. ലോഭി
ലോഭിക്കത് തീരുമോ? ലോഭം തീരില്ല. അപ്പം അതുകൊണ്ട് അത് കുറച്ച് കഷ്ടവും നഷ്ടമാണ്. മോക്ഷം കിട്ടൂല ലോഭിക്ക്. ഉള്ളതുകൊണ്ട് തൃപ്തി കിട്ടിയാലോ തേജസ് കൂടും. പിന്നെ ധനം എന്ന് പറഞ്ഞത് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ധനം. അതിപ്പോൾ വായു ആയാലും ശരി, വെള്ളമായാലും ശരി, ഇരിക്കുന്ന സ്ഥലമായാലും ശരി, കഴിക്കുന്ന ആഹാരമായാലും ശരി, ഏറ്റവും മിനിമം സ്വീകരിക്കുന്നതാണ് ഉത്തമൻ്റെ ലക്ഷണം. അങ്ങനെയാണ് എന്നോട് ഗുരു പറഞ്ഞതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ വേണ്ടാന്ന് വിചാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് സൂക്ഷിക്കുക എങ്ങനെയാണ്? അപ്പോൾ അതൊക്കെ പ്രശ്നമാണ്. ഈ ആവശ്യത്തിനുള്ള സ്വീകരിച്ചാൽ എന്താ വെച്ചാൽ അതാ ഉപയോഗിച്ചാൽ അത് കഴിഞ്ഞു, പിന്നെ ടെൻഷനില്ല. അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് മതി. എനിക്ക് മുക്കുതി ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. എന്തായാലും ജ്ഞാനമുണ്ട്. ഈ വാമനൻ പറഞ്ഞു, എനിക്ക് ഈ അപരിഗ്രഹവ്രതം അങ്ങനെ ഒന്നുണ്ട്. അപരിഗ്രഹവ്രതം ഉള്ളവർ സാധാരണ ദാനം വാങ്ങാറില്ല. എൻ്റെ കയ്യിൽ ഭൂമി ഇല്ല, അതുകൊണ്ട് ഞാനിത് ആവശ്യപ്പെടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ദാനം സ്വീകരിക്കുക എന്നുള്ള ആ ഒരു നിയമത്തിനനുസരിച്ചാണ് വെച്ചാൽ ഇത് ദാനം വാങ്ങിയതായിട്ട് കണക്കാക്കൂല. ദോഷം വരാതെ കണ്ട് ദാനം വാങ്ങുന്ന കാര്യം നടക്കുകയും ചെയ്യും. അപ്പം അങ്ങ് പറഞ്ഞത് ശരിയാണ്, എനിക്ക് സമ്മതമാണ്, ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ വാമനൻ നേരെ ശുക്രാചാര്യനെ ഒന്ന് നോക്കി. ഒന്നും പറയണില്ലേ ചോദിച്ചു. വാക്കൊണ്ടല്ല, നോട്ടം കൊണ്ട്. അപ്പോൾ ശുക്രാചാര്യൻ പറഞ്ഞു, വൈരോചനെ എന്നാ വിളിച്ചത് തന്നെ, അച്ഛൻ്റെ മകാന്ന്. അച്ഛൻ ദേവന്മാർ വന്നിട്ട് ഇപ്പോൾ വാമനൻ പറഞ്ഞു ആയുസ് തരുമെന്ന് പറഞ്ഞപ്പോൾ ആയുസ് കൊടുത്തു. അച്ഛൻ മരിച്ചുപോയി. നീയും അതുപോലെ അയ്യാൻ പറ്റില്ല. വൈരോചനെ എന്നുള്ള വിളിയിലായി പെട്ടു. ഇത് വിഷ്ണുവാണ്, ദേവാനാം കാര്യസാധക. അപ്പോൾ ദേവന്മാരുടെ ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. നീ അനർത്ഥം ചെയ്യണ്ട, ദാനം ചെയ്യണ്ട, അസുരർക്ക് ആപത്തുണ്ടാവും. ഇന്ദ്രന് സ്വർഗം നിന്നിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കും. ഇത് വിഷ്ണുവാണ്. വിഷ്ണു വിശ്വരൂപനായിട്ട് വളരും, ത്രിവിക്രമൻ ആയിട്ട് വളരും. ആദ്യത്തെ അടി കൊണ്ട് ത്രിവിക്രമൻ എന്നാണ്. 3 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ആക്രമം ചെയ്യും. വിക്രമൻ എന്തൊക്കെയാ ചെയ്യാന്നല്ലേ? സ്വർഗം ഇന്ദ്രന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ അടി കൊണ്ട് ഭൂമിയുടെ അടിഭാഗം ഈ അധോലോകങ്ങൾ 7 എണ്ണവും കൊടുക്കും, അളന്നെടുക്കും. ശരീരം കൊണ്ട് അന്തരീക്ഷവും ഒക്കെ അളന്നെടുക്കും. അതിനുശേഷം 2ാമത്തെ അടി ഊർധ്വലോകം മുഴുവൻ എടുക്കും. 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അത് നിന്റെ തലയിൽ വെക്കേണ്ടി വരും വെച്ചാൽ നിന്നെ കൊടുക്കേണ്ടി വരും. കൊടുത്തില്ല വെച്ചാൽ അസത്യം ആവും, നരകമാണ് പിന്നെ കിട്ടുക. ദാനം ചെയ്യുമ്പോൾ ഉപജീവനം നഷ്ടപ്പെടുത്താൻ പാടില്ല. നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ധനത്തെ 5ആക്കിയിട്ട് വീതിക്കണം. ശുക്രാചാര്യർ പറയാണ്, ഈ ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്, യശസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കിട്ടാൻ വേണ്ടിയിട്ട്, ധനവർദ്ധനവിന് വേണ്ടിയിട്ട്, സ്വസുഖത്തിന് വേണ്ടിയിട്ട്, സ്വജനത്തിന് വേണ്ടിയിട്ട്, ധർമ്മായ യശസ്സെ അർത്ഥായ സുഖായ സ്വജനായ, സ്വസുഖായ സ്വജനായ. അപ്പോൾ അവിടെ ധാർമ്മിക പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവാം. ഇപ്പോൾ ഈ ദാനം ധാർമ്മിക പ്രവൃത്തിയാണ്. അപ്പോൾ അതിൽ ഒരംശം അങ്ങനെ ചെയ്യാം. വിരോധത്തിൽ 5-1 യശസ്സിന് വേണ്ടിയിട്ട്. ഈ 5-1 കൊടുത്താൽ തന്നെ യശസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് 2ാമതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നീയാണെന്ന് വെച്ചാൽ യശസ് ധാരാളം കിട്ടിയിട്ടുണ്ട്, കാരണം സ്വർഗം പോലും കീഴടക്കിയ ആളാണ്. അതേപോലെ വർധനവിന് കൂടുതൽ കൃഷിയോ വ്യവസായം എന്താ വെച്ചാൽ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാം. സ്വന്തം സുഖത്തിന് നല്ലോണം ഊണ് കഴിക്കാം, നല്ല കട്ടില്, നല്ല കോസരിയൊക്കെ ആവാം, അതിനൊന്നും വിരോധമില്ല. ബംഗ്ലാവ് കെട്ടാം. അതേപോലെ ബന്ധുക്കൾക്ക്, മക്കളെ, പേരക്കുട്ടികളെ, സഹോദരങ്ങളെ, ഭാര്യയുടെ ബന്ധുക്കൾക്ക്, അങ്ങനെ പലർക്കും ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. എന്നാലേ ഇഹ പര കിട്ടുള്ളൂ, മറ്റത് ഇഹ നഷ്ടവും. വേദജ്ഞര് സത്യം അസത്യം അത് രണ്ടും അറിയുന്നവരാണ്. അത് നീ ശരിക്കും മനസ്സിലാക്കണം, നല്ലോണം വിശകലനം ചെയ്യണം. ഓം എന്ന ഈ സത്യം അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റി പറഞ്ഞാൽ നരകാണ്. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസത്യമായി. ജീവിത വൃക്ഷത്തിൻ്റെ പുഷ്പമാണ് സത്യം. ആ വൃക്ഷം നശിച്ചാൽ പിന്നെ പൂവില്ല. പിന്നെ എങ്ങനെ പൂവുണ്ടാവുക? ആ പുഷ്പം പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ വൃക്ഷം ശരീരമാണ്. ആ ശരീരം, അതിൽ ഈ അസത്യമാകുന്ന വേര്,
അത് അദൃഷ്ടമായിട്ടിരിക്കുകയാണ്, കാണില്ല, മണ്ണിൻ്റെ അടിയിലാണ് വേറെ. ആ അസത്യം നശിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മമില്ല, വൃക്ഷമില്ല, ഈ സ്ഥൂല ശരീരം പിന്നെ ഉണ്ടാവില്ല. അസത്യത്തെ മൂടി വെക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അസത്യത്തെ പുറത്ത് കാണരുത്. വൃക്ഷത്തിൻ്റെ വേരുകൾ അസത്യമാണ്. ആ അസത്യത്തിലൂടെയാണ് ഈ വൃക്ഷം നിലനിൽക്കാൻ വേണ്ടതൊക്കെ സ്വീകരിക്കുക. അപ്പോൾ സത്യം പറയണോണ്ട് വിരോധം ഉണ്ടാവാത്ത സത്യം മാത്രമേ പറയാവൂ. നിലനിൽപ്പിന് വേണ്ടിയിട്ട് അസത്യം പറയണോണ്ട് യാതൊരു കുഴപ്പമില്ല. ഭാഗവതത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു പ്രയോഗമാണ്. വൃക്ഷത്തിൻ്റെ വേര് അസത്യമാണ്. ഈ അസത്യം നിലനിന്നിട്ടില്ലെങ്കിൽ ഈ വൃക്ഷമാകുന്ന ശരീരം ഉണ്ടാവില്ല. വൃക്ഷമാകുന്ന ശരീരം ഉണ്ടെങ്കിലേ അത് പുഷ്പിക്കുള്ളൂ, കായ്ക്കുള്ളൂ, വീണ്ടും ഒരു വൃക്ഷം ഉണ്ടാവുള്ളൂ. അത് വേണ്ടേ? ഓം എന്ന് എന്തുദ്ദേശിച്ചാണോ പറയുന്നത് അത് നമ്മിൽ നിന്നും അകറ്റും. ജീവാത്മാവിനെ ഈ ദേഹത്തിൽ നിന്നും അകറ്റും. അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കരുത്. യാചിക്കുന്നവന് ഒക്കെ കൊടുക്കണ്ട, 5-1 കൊടുത്താൽ മതി. 10-1 കൊടുത്താലും സമ്മതിക്കും എന്നാണ് പറയുന്നത്. ദശാംശദാനം മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ യശസ് നശിക്കുകയാണ് ചെയ്യുക, മരിച്ചവന് തുല്യമാവും. ഈ അസത്യത്തിൻ്റെ നിയമങ്ങൾ സ്ത്രീകളോട് അസത്യം പറയാം, തമാശയ്ക്ക് വേണമെച്ചാൽ അസത്യം പറയാം, വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അസത്യം പറയാം, അല്ലെങ്കിൽ സത്യം പറയാതിരിക്കാം, ഉപജീവനത്തിന് വേണ്ടിയിട്ട് അസത്യം പറയാം, ജീവൻ അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അസത്യം പറയാം. പശുക്കളുടെ, ബ്രാഹ്മണൻ്റെ ഒക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അസത്യം പറയാം. അപ്പോൾ ചില കാര്യങ്ങൾ നുണ പറഞ്ഞിട്ടായാലും വേണ്ടില്ല, നിലനിൽപ്പിനെ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ഒരു ആപദ്ധർമ്മമായിട്ട് അതിനെ സ്വീകരിക്കാം. അതിന് കുഴപ്പമില്ല, നീ നിസ്സനാവണ്ട. ഇപ്പോൾ കൊടുക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, കൊടുക്കൽ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൊടുക്കുന്നത് ഇത്ര എന്ന് നിശ്ചയിച്ചാൽ മതി. കൊടുത്തോളൂ, വിരോധമില്ല. കൊടുക്കുന്നത് ഇത്ര എന്ന് നിശ്ചയിച്ചാൽ മതി. ചിന്തിച്ചിട്ട് ചെയ്തോളൂ, നീ നശിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ശുക്രാചാര്യൻ പറഞ്ഞ് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. ബലി അത് കേട്ടു, നല്ലോണം മനനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ദാനം ചെയ്യുമ്പോൾ അർത്ഥം, കാമം, കീർത്തി, ഉപജീവനം ഇതിനെ ബാധിക്കരുത്. അർത്ഥം എന്ന് വെച്ചാൽ ധനം. ഇപ്പോൾ ഈ സപ്തലോകങ്ങളും അല്ലെങ്കിൽ 14 ലോകങ്ങളും ബലിയുടേതാണ്, അത് നശിക്കരുത്. പിന്നെ ആഗ്രഹം, ഈ ഉണ്ണിക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു, അതാട്ടോ ആഗ്രഹം. ധനം സമ്പാദിക്കണം എന്നല്ല ആഗ്രഹം, യശസ് സമ്പാദിക്കണം എന്നല്ല ആഗ്രഹം. ഞാനിപ്പോൾ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു, ഇതൊരു ആഗ്രഹമാണ്, അത് നഷ്ടപ്പെടരുത്. അത് നശിച്ചു കഴിഞ്ഞാൽ കീർത്തി നശിക്കും ഉറപ്പാണ്. അപ്പോഴാണ് യശസ് നഷ്ടമാവുക. പിന്നെ ഉപജീവനം, ഞാനിത് കൊടുക്കുന്നത് ആർക്കാ? അങ്ങിപ്പോൾ പറഞ്ഞു ഇത് വിഷ്ണുവാണെന്ന്. വിഷ്ണുവിനാണ് ഞാനിത് കൊടുക്കണമെങ്കിൽ എൻ്റെ ഉപജീവനത്തിനുള്ളത് വിഷ്ണു തരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നമ്മൾ നമ്മുടെ സ്വാമിക്ക് വേണ്ടിയിട്ട് മുഴുവൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാമി ഈ ഭൃത്യനെ കൈയൊഴിയും. അത് കലികാലത്തിൽ. ഇത് പാലകനായിട്ടുള്ള വിഷ്ണുവാണ്, അതുകൊണ്ട് ആ വിഷയമില്ല. കലികാലത്തിലായാലും മുഴുവൻ വിഷ്ണുവിന് കൊടുത്തു കഴിഞ്ഞാൽ വിഷ്ണു നമ്മളെ രക്ഷിച്ചോളും. പക്ഷേ വിഷ്ണുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അമ്പലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അമ്പലം ഭരിക്കുന്നത് കമ്മറ്റിക്കാർ, അത് നേരെയില്ല. അപ്പം അത് വേണ്ട. നമ്മൾ വേണ്ടത് അപ്പം നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി. ഇത് വിഷ്ണുവിൻ്റെ ആണ് എന്ന് സങ്കല്പിച്ചിട്ട് വെച്ചാൽ മതി, മറ്റത് പഴയ്ക്കും. അപ്പം അത് വേണ്ട. പറഞ്ഞതിൻ്റെ സാരത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വിഷ്ണുവിന് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് യഥാർത്ഥത്തിലുള്ള വിഷ്ണുവിനാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കാം. അപ്പോൾ എൻ്റെ യശസ് കൂടുതൽ ഉയരുകയാണ് ചെയ്യുക, എൻ്റെ ആഗ്രഹം നടക്കും. ഈ അർത്ഥം സൂക്ഷിക്കുന്നത് വിഷ്ണുവിൻ്റെ കയ്യിലായതുകൊണ്ട് ഒരിക്കലും അതിന് നാശം സംഭവിക്കില്ല. ഇങ്ങനെ പറയണെച്ചാൽ മഹാജ്ഞാനികൾക്ക് മാത്രമേ പറ്റൂ. സത്യം പറഞ്ഞാൽ ഈ വാക്ക് ശുക്രാചാര്യർക്ക് വളരെ സമ്മതമായി. കാരണം വിഷ്ണു വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ നിസ്വനാക്കാൻ ഒരു പ്രയാസമില്ല, ഏത് തരത്തിലായാലും. അതേപോലെ തന്നെ നമ്മൾ വിഷ്ണുവിൻ്റെ കയ്യിൽ മുതൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആവശ്യം നിറവേറ്റാൻ വിഷ്ണുവിന് പിശുക്കൂല്ല. 1 കോടി ഉറുപ്പ്യ വേണോ, വിഷ്ണു തന്നിരിക്കും.
നമ്മൾ കൊടുത്തത് ഒരു പക്ഷേ 10 ലക്ഷം ആവാം. നമ്മൾ കൊടുത്തത് നമ്മുടെ കയ്യിലുള്ള മുഴുവനാണ് കൊടുത്തതേ. അപ്പോൾ നമ്മുടെ കയ്യിൽ ആകെ 10 ലക്ഷമേ ഉള്ളൂ, നമ്മൾ കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് 1 കോടി രൂപയുടെ ആവശ്യം വന്നു. നമ്മൾ ഭഗവാനോട് ചോദിക്കുക എത്രയാ? തന്ന 10 ലക്ഷമാണ്. അതെങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഇങ്ങനെ ഒരു ആവശ്യം വന്നിട്ടുണ്ട്, എനിക്കത് സാധിപ്പിച്ച് തരുമോ എന്നാണ് ചോദിക്കേണ്ടത്. അല്ലാണ്ട് ഞാൻ തന്ന 10 ലക്ഷം തരൂ എന്നല്ല പറയേണ്ടത്. അപ്പോൾ ഇവിടെ 1 കോടി കൊടുത്താലാണ് അത് കിട്ടുള്ളൂ. ഭഗവാൻ ആ 1 കോടി തന്നിട്ട് കാര്യം നടത്തി തരും. പിന്നെയും ഭഗവാൻ കടക്കാരനാണ്. കാരണം ഇവിടെ ഒരാവശ്യം നടത്തി തന്നിട്ടുള്ളൂ. നമ്മൾ നമ്മുടെ കയ്യിലുള്ള മുഴുവനാണ് കൊടുത്തത്. അതാണ് വിഷ്ണു കണക്കാക്കുക. അല്ലാണ്ട് 10 ലക്ഷം നമ്മൾ കൊടുത്ത് 1 കോടി ഇപ്പം ഞാൻ കൊടുത്തു, 90 ലക്ഷം നമ്മൾ അങ്ങോട്ട് കടക്കാരൻ, അങ്ങനെയല്ല വിഷ്ണു കണക്കാക്കുക. അതാണ് ഈശ്വരനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ വാക്ക് ശുക്രാചാര്യർക്ക് വളരെ ഇഷ്ടമായി. ബലി പറഞ്ഞ് ശരിയാ, അങ്ങ് പറഞ്ഞത് എന്താണ്? പ്രഹ്ലാദ പൗത്രനായിട്ടുള്ള ഞാൻ തരാം എന്ന വാക്ക് അസത്യമാക്കണം എന്നാണ്. അത് എന്തായാലും വയ്യ. പിന്നെ ഭൂമി പറഞ്ഞു, അധർമ്മികളെ താങ്ങാൻ നുണ പറയുന്നവനെ എനിക്ക് താങ്ങാൻ വയ്യ എന്ന്. ഭൂമിയുടെ ഒരു വാദമാണ്, എനിക്ക് അധർമ്മികളെ താങ്ങാൻ വയ്യ. അതാണ് ദുഷ്ടത, അതാണ് ഭാരം. ഭൂമിയുടെ ഭാരം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം അതുകൊണ്ട് ഭൂമി പറഞ്ഞ ആ വാക്കിനെ ഞാൻ ശ്രദ്ധിക്കണ്ടേ? കൊടുക്കാഞ്ഞാൽ അസത്യമാവും, അതിനൊട്ട് പരിഹാരമില്ല. കൊടുക്കാമെന്നൊരു മുതൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ വിവാഹത്തിന് ധനസഹായം അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തില്ല എന്ന് കൂട്ടുക, ആ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ അത് എത്ര ജന്മം ഇതിൻ്റെ പ്രാരബ്ധം തീർത്താലും മതിയാവില്ല. ഒരു പക്ഷേ ഈ കലികാലത്ത് ജനിക്കേണ്ടി വരുന്നത്, ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നത്, സ്വത്ത് ധാരാളം ഉണ്ടായിട്ടും പട്ടിണി കിടക്കേണ്ടി വരുന്നത്, വീട്ടിലെല്ലാ അംഗങ്ങളും ഉണ്ട്, ഭക്ഷണം ഉണ്ടാക്കി തരാനും ഒക്കെ ആളുണ്ട്, പക്ഷെ കഴിക്കാൻ വയ്യ, അങ്ങനെ പട്ടിണി കിടക്കുന്നവരുണ്ട്. ബാങ്കിൽ പൈസ ഇഷ്ടം പോലെ ഉണ്ട്, ആശ്രയമില്ല, ആരുമില്ല സഹായിക്കാൻ, അങ്ങനെയും പട്ടിണി കിടക്കുന്നവരുണ്ട്. പലതരത്തിൽ പട്ടിണി കിടക്കുന്നവരുണ്ട്, പൈസ ഇല്ലാഞ്ഞിട്ടും പട്ടിണി കിടക്കുന്നവരുണ്ട്. ഇതുപോലെ എന്തെങ്കിലും, ഇപ്പോൾ ഇതൊക്കെ ഒരു പട്ടിണിക്ക് കാരണമാവും. നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ കാര്യം നടക്കാതെ വരുമ്പോൾ അതൊരു പട്ടിണിക്ക് കാരണമാവും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഇത് അനുകമ്പയോട് കൂടിയിട്ട് അവരെ സമീപിക്കൂ എന്നാണ്. അനുകമ്പാർഹരാണ് അവരെ നമ്മൾ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം, രണ്ടായാലും നമ്മളെ പാപം ബാധിക്കില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ബ്രാഹ്മണ വഞ്ചനയാവും. അപ്പോൾ നരകാവും, ദുഃഖാവും, ധനനാശം സംഭവിക്കും, സ്ഥാനഭ്രംശം സംഭവിക്കും. ആ വിഷയങ്ങൾ ഒരു പക്ഷേ എന്നെ എത്ര ജന്മത്തിൽ ബാധിക്കും അതറിയില്ല. എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഈ വാക്ക് മാറ്റി പറയില്ല. കാരണം ഇവിടെ വന്നിരിക്കുന്നത് വിഷ്ണുവാണ്, ബ്രാഹ്മണ വേഷത്തിലാണ്, അതും ബ്രഹ്മചാരി വേഷത്തിലാണ്. എന്തായാലും കൊടുത്തേ പറ്റൂ. ഭഗവാൻ സൂത്രക്കാരനാണ്. ബ്രാഹ്മണനായിട്ട് വന്നാൽ ചിലപ്പോൾ കൊടുത്തില്ല വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബ്രഹ്മചാരിക്ക് ചെറിയ കളങ്കം 5 വയസ്സിന് താഴെ ആകുമ്പോൾ ഈശ്വരനാണ്. അപ്പോൾ കളങ്കമില്ലാത്ത മനസ്സാണ്. അത് ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ജീവന് മുക്തിയില്ല. അതാണ് ബലി. അത് മനസ്സിലാക്കി. നമ്മൾ കുട്ടികളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കില്ല എന്ന് പറയണത് പാടില്ല. മടാളും വിശാന്തി വെച്ചാലും കൊടുക്കാമെന്നാ, തീക്കൊള്ളി കാണിച്ചാലും കൊടുക്കാമെന്നാ, അവർ കൈ വലിച്ചോളും. നമ്മൾ ശ്രദ്ധിക്കണം കൊടുക്കുമ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യണു. കൊണ്ട് ഓടുമ്പോൾ പിന്നെ അത് ഓടിയിട്ട് കുട്ടിയുടെ കൈ മുറിയാതെ കണ്ട് നോക്കേണ്ട ചുമതല നമുക്കാണ്. നമ്മൾ കൊടുത്ത സാധനം കൊണ്ട് ആ കുട്ടിക്ക് ഒരു അബദ്ധം വരരുത്, അത്ര ശ്രദ്ധിക്കണം. പക്ഷേ കൊടുക്കാഞ്ഞാൽ അത് കളങ്കമില്ലാത്ത മനസ്സ് ചിലപ്പോൾ ശപിച്ചള. അപ്പോൾ ശാപം കിട്ടില്ല എന്ന് വിചാരിക്കരുത്. അതിൻ്റെ ദോഷം എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമോ, ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമോ. ഇപ്പോൾ തീയാണിച്ചാൽ ചെറിയ ചൂട് വന്നു കഴിഞ്ഞാൽ കുട്ടി കൈ പിൻവലിക്കും, പിന്നെ അതിൻ്റെ അടുത്ത് വേണ്ട. അയ്യോ അത് ചൂടും എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇതാണ് ചൂടെന്ന് മനസ്സിലായി, കാരണം വേദനയാണല്ലോ ഉണ്ടാവുക. അങ്ങനെ വേണം. എന്ന കൂട്ടത്തിൽ ഇവിടെ മരിച്ചാലും നമ്മളിപ്പോൾ എന്തായാലും ശരി,
മരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിക്കണ്ടേ? നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ ഉപേക്ഷിച്ചാലോ? ഈ ബ്രാഹ്മണന് കൊടുത്തു, ബ്രാഹ്മണ ബാലന് കൊടുത്തു, കുട്ടിക്ക് ശിശുവിന് കൊടുത്തു. അർഭകൻ കഴിഞ്ഞിട്ട് ശിശുവായിട്ടുണ്ട്. അതാണ് പ്രായം. അപ്പോൾ അതുകൊണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ വിഷ്ണുവാണ് സ്വീകരിക്കുന്നയാളെ. അപ്പോൾ ഉപേക്ഷിക്കേണ്ടത് ഇപ്പോൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് ബ്രാഹ്മണ പ്രീതിയായി, വിഷ്ണു പ്രീതിയായി, ഈ ബാലൻ്റെ പ്രീതിയായി. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന് കുറേ ആൾക്കാരെ പറഞ്ഞു, ദധീജി എല്ല് കൊടുത്തില്ലേ വജ്രായുധം ഉണ്ടാക്കാൻ? അതുകൊണ്ടല്ലേ വൃത്രനെ കൊല്ലാൻ സാധിച്ച ഇന്ദ്രന്? ശിബി ആഹാരമായിട്ട് സ്വന്തം ശരീരത്തിന് തുടയുന്ന ഒരു കഷ്ണ കൊടുത്ത് മാംസം. അതേപോലെ രന്തിദേവൻ അവസാനത്തെ ഒരിത്തിരി ബാക്കി ഉണ്ടായിരുന്ന ആ വെള്ളം കൂടിയും കൊടുക്കുമ്പോൾ പാടിയത് എന്താ അറിയോ? ഈ വന്ന ദാഹിക്കുന്നയാൾ ഈ വെള്ളം സ്വീകരിച്ചുകൊണ്ട് അതിലുള്ള ഈ ജീവൻ ഈശ്വരാംശം എല്ലാവർക്കുമായിട്ട് ദുഃഖത്തെ മുഴുവൻ തീർക്കാൻ, ഇനി അഥവാ ദുഃഖം ബാക്കിയുണ്ടെങ്കിൽ അതെനിക്ക് തരാം. രന്തിദേവൻ അങ്ങനെ ഉണ്ടായത്. ഹരിശ്ചന്ദ്രൻ സത്യത്തെ മുറുകെ പിടിച്ചു. മകനും മരിച്ചു, ഇനി ഭാര്യ ശൈബ്യ മരിക്കാൻ പോവുകയാണ്. എന്നാലും സത്യത്തിൽ നിന്ന് വിട്ടില്ല. മൂന്നാളും കൂടിയിട്ട് ആ ശരീരത്തെ ഉപേക്ഷിക്കാൻ നിൽക്കുകയാണ്. സത്യം വിടണം, സത്യം വിടാൻ പറ്റില്ല. അതാണ്. അപ്പോൾ ഈ ഭൂമി ദാനം കൊണ്ട് വളരെ വലിയ പുണ്യം കിട്ടുക, അത് നിസ്സാരമല്ല. അപ്പോൾ ഭൂമി മുഴുവൻ പരിസ്ഥിതിയായിട്ടുള്ള പലരും ഇന്നും ഇല്ലല്ലോ. ഭൂമി ഇന്നുണ്ട്. ഇനി അവരുടെയൊക്കെ കീർത്തി നശിക്കുമോ? നശിച്ചിട്ടില്ല. അപ്പോൾ ആ കീർത്തിയല്ലേ സമ്പാദിക്കേണ്ടത്. യുദ്ധം ചിലപ്പോൾ നിർത്താൻ സാധിച്ചു എന്ന് വരാം, പക്ഷേ ധനത്യാഗം ഒരു ആവശ്യക്കാരന് കൊടുക്കുകയാണെങ്കിൽ അത് പുണ്യം നേടാൻ, യശസ് നേടാൻ അത് വലിയൊരു കാരണവും ഒരു കൃപയും കിട്ടും, ഭഗവാന്റെ കൃപ കിട്ടും. അത് എപ്പോഴും നടന്നു എന്ന് വരില്ല. ദാനം ചെയ്തിട്ട് ദുർഗതി നേടുക അങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ല. പുണ്യം നേടുക അല്ലാണ്ട്. പ്രത്യേകിച്ച് ബ്രാഹ്മണർക്ക്, അതേപോലെ ബാലന്, അതേപോലെ ഈ വിഷ്ണുവിന്. അപ്പോൾ മുക്തി കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വേദത്തിൻ്റെ മർമ്മം അറിയുന്നതായിട്ടുള്ള ശുക്രാചാര്യനായിട്ടുള്ള വിപ്രനായിട്ടുള്ള ബ്രാഹ്മണനായിട്ടുള്ള എൻ്റെ ഗുരുവായിട്ടുള്ള അങ്ങ് ഈ ബ്രഹ്മചാരിക്ക് ദാനം ചെയ്യാൻ സമ്മതിച്ച് എന്നെ അത് ചെയ്യിക്കണം, വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ബലി. അല്ലാണ്ട് ശുക്രാചാര്യർ പറഞ്ഞിട്ട് കൂട്ടാക്കാതെ കണ്ട് അങ്ങോട്ട് ദാനം ചെയ്തു അതൊന്നല്ലാണ്ടായിരുന്നു. ഈ ന്യായ അന്യായങ്ങളെ മുഴുവനെ പറഞ്ഞു. എനിക്ക് അങ്ങ് അനുവാദം തരണം, അങ്ങയുടെ ശിഷ്യൻ എന്ന നിലയ്ക്ക്, അങ്ങ് എൻ്റെ പുരോഹിതൻ എന്ന നിലയ്ക്ക് അത് ചെയ്യാൻ വേണ്ടി അത് ചെയ്യൂ അങ്ങനെയാണ് പറയുക. ഒരു വെള്ളം, വെറ്റിലടയ്ക്ക, ധനം എല്ലാം കൂട്ടിയെടുത്ത്, വസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേ യോഗ്യന്മാരങ്ങനെയാണ്. അപ്പോൾ അതേപോലെ പറയണം, എന്നിട്ട് ചെയ്യിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ദാനത്തിന് അങ്ങയ്ക്കുണ്ട് ഫലം, എനിക്കുണ്ട് ഫലം, ഈ ലോകത്തിന് മുഴുവനും ഫലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ദാനം ചെയ്യാൻ എന്നെ സമ്മതിക്കണം. അപ്പോൾ ഇത് വിഷ്ണു പിന്നെ പറഞ്ഞു, താൻ വീരനാണ്. ഇത് വിഷ്ണുവാണെങ്കിൽ ഞാൻ കൊടുത്തില്ലെങ്കിലും എന്നിൽ നിന്ന് ഫുള്ളായിട്ട് മുഴുവനും എടുക്കും. അതേപോലെ തന്നെ ഇത് വിഷ്ണു അല്ല, കള്ളവേഷമാണെന്ന് കൂട്ടുക. എനിക്ക് ഈ വീര്യം അങ്ങ് തന്നെ തന്നിട്ടുണ്ടല്ലോ, ഗുരു തന്നിട്ടുണ്ട് വീര്യം. 100 യാഗപത 100ാമത്തെ യാഗം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈശ്വരാധീനം കൂടിയായി. ഗുരുവിൻ്റെ ആയി, ബ്രാഹ്മണൻ്റെ ആയി, ഈശ്വരാധീനായി. അതുകൊണ്ട് ഈ കള്ളവേഷക്കാരനെ എനിക്ക് വധിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ദാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ദാനമാണ്, മുഖ്യദാനമാണ് ഭൂമിദാനം. അത് ചെയ്യാൻ ഇപ്പോൾ അങ്ങ് എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ബലി തൻ്റെ ശിഷ്യനാണ്. ശുക്രാചാര്യ വിചാരിക്കുകയാണേ, താൻ പറഞ്ഞത് കേട്ടില്ല. ശുക്രൻ കോപിച്ചു, ശപിച്ചു. ശ്രീ നശിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ കാരണം? അതായത് അസുരനാണ് ബലി, ഇനി ബാക്കിയുള്ളവരൊക്കെ അസുരന്മാരാണ്. അവരുടെ കുലത്തെ മുഴുവൻ രക്ഷിക്കുക എന്നുള്ളത് ഈ ശുക്രാചാര്യരുടെ കടമയാണ്. അവരെല്ലാവരും ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്, സ്വർഗസുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ്. ഈ ബലിക്ക് ഇപ്രകാരത്തിൽ പുണ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇവർക്ക് അനുഭവിക്കാൻ പറ്റാതെയാവും. അപ്പോൾ അവരുടെ മുമ്പിൽ ഈ ശുക്രാചാര്യർക്ക് ചെറിയ ന്യൂനം വരും. അത് അവർക്ക് കുറച്ചൊരു പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട്
ഇതിനെ അങ്ങനെ വേണ്ട. പിന്നെ വിഷ്ണുവിന് ഇത് കൈക്കലാക്കണമെങ്കിൽ ഈ ബ്രാഹ്മണ ശാപം ഇല്ലാതെ കണ്ട് കൈക്കലാക്കാൻ പറ്റില്ല. ഒരു കാരണമില്ലാതെ കണ്ട് മഹാവിഷ്ണുവിന് പോലും അത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പം നല്ല സന്ദർഭമാണ്, വീണ് കിട്ടിയ ഒരു അവസരമാണ്. എന്താ അവസരം ഉണ്ടായത്? ശിഷ്യനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഇനി ശിഷ്യൻ്റെ യശസ് വളരെ കൂടാൻ പോവുകയാണ്, ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ പോവുകയാണ്. അത് ഞാൻ കാരണം തടസ്സമാവരുത്. ഇപ്പോഴത്തെ തടസ്സം എന്താണെങ്കിൽ, ഇത് ഞാൻ ഇതെല്ലാം ദാനം ചെയ്യുന്നു എന്ന ഒരു അഹങ്കാരത്തോട് കൂടിയിട്ടാണ് ദാനം ചെയ്യുക. അഹങ്കാരത്തോട് കൂടിയിട്ട് ദാനം ചെയ്യാച്ചാൽ ഈ ഭൂമി മുഴുവൻ ഇപ്പോൾ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവന് ബലിയുടെ കയ്യിലാണ്. അത് വിഷ്ണു ഇതാ എന്നോട് വന്ന് യാചിച്ചിരിക്കുന്നു. അപ്പം ഞാനാ മീതെ. ഞാൻ മീതയായിട്ടുള്ള ഒരാൾക്ക് ഈ ദാനം കൊടുക്കുമ്പോൾ അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ദാനത്തിന് ഈ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. ബലിയെ മഹാബലിയാക്കാനാണ് വിഷ്ണു വന്നിരിക്കുന്നത്. അപ്പം അതിന് സന്ദർഭം താൻ ഒരുക്കി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ശ്രീ നശിക്കട്ടെ എന്ന് വിഷ്ണു ശപിച്ചത്. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഈ കഥാഭാഗങ്ങളൊക്കെ എത്ര എല്ലാവരും കേട്ട് അതിൻ്റെ ആ ഒരു സാങ്കത്യം നല്ലോണം മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ഭഗവാനെ ആശ്രയിക്കാൻ സാധിച്ചുവെങ്കിൽ, ഈ ഗുരുത്വത്തെ ഇങ്ങനെ കിട്ടിയെങ്കിൽ, നമ്മൾ ഈ ഭാഗവതം ധാരാളമായിട്ട് ഇങ്ങനെ കേൾക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞു തരില്ല ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത്രയും ഏതൊക്കെ തരത്തിലുള്ള അർത്ഥങ്ങളാണ് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കണത്. അഹങ്കാരത്തോട് കൂടിയിട്ട് ദാനം ചെയ്യാൻ പാടില്ല. ഞാൻ എൻ്റെ എന്ന് വിചാരിച്ചും കൊണ്ടല്ല ദാനം ചെയ്യേണ്ടത്. ദാനത്തിനൊരു വിധിയുണ്ട്. എനിക്ക് ഉപയോഗിക്കാനായിട്ട് ഞാനായിട്ട് ഈ ദാനം വാങ്ങുന്ന ആളെ മാറണം. ദാനം വാങ്ങുന്ന ആൾ ഞാനായിട്ട് മാറണം. എന്നിട്ടാണ് ആ ആൾക്ക് ഇത് കൊടുക്കുക. അവശ്യ വസ്തുവാണ്. ദാനം വാങ്ങുന്ന ആൾ കൂടെ വിഷ്ണുവാണ്. വിഷ്ണു വന്നിരിക്കുന്നത് ബ്രാഹ്മണ ബാലനായിട്ടാണ്. ചോദിച്ചത് 3 അടി മണ്ണാണ്. ഇരുന്ന് തപസ് ചെയ്യാനുള്ള സ്ഥലമാണ്. ആ ഭാവത്തോട് കൂടിയിട്ട് ഞാൻ അവിടെ കയറിയിരിക്കണം, ഈ ബലിയാകുന്ന ഞാൻ. എന്നിട്ടാണ് ഇവിടുന്ന് സ്വീകരിക്കേണ്ടത്. അപ്പോൾ എനിക്ക് വേണ്ടിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. കൊടുക്കുന്നയാൾക്കല്ല മഹത്വം, സ്വീകരിക്കുന്നയാൾക്കാണ് മഹത്വം. ആ ഒരു തോന്നൽ വരണമെച്ചാൽ എന്ത് വേണം? ഇങ്ങനെ ഒരു ശാപം വേണം. അതാണ് ഗുരു ചെയ്തത്, ശുക്രാചാര്യ ചെയ്തത്. എന്താ കാരണം? തൻ്റെ ഈ ശിഷ്യൻ ലോകം അറിയപ്പെടുന്ന രീതിയിലാവട്ടെ, പ്രഹ്ലാദൻ്റെ മീതെ ആവട്ടെ സ്ഥാനം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ശ്രീ നശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ബലി ആ ശാപം കേട്ടപ്പോൾ പിന്മാറിയില്ല. വാമനനെ പൂജിച്ചു. വീണ്ടും വിന്ധ്യാവലി സ്വർണ്ണപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. ആ കിണ്ടി കൊണ്ട് ഈ വിഷ്ണു ആണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട്, അതാണ് ദാനം വാങ്ങുന്ന ആൾ വിഷ്ണുവാണ്. ഇപ്പോൾ വന്നത് വിഷ്ണുവാണ്. അതല്ല, നമ്മളൊരു ദാനം കൊടുക്കുകയാണെങ്കിൽ ഈ ദാനം വാങ്ങുന്ന ആൾ വിഷ്ണുവാണ്. അങ്ങനെ കണ്ടുകൊണ്ട് വേണം പൂജിക്കാൻ, എന്നിട്ട് വേണം ദാനം കൊടുക്കാൻ. ഇന്നത്തെ ദാനങ്ങൾ ഞാൻ ധാരാളം ദാനം വാങ്ങണ ആളാണ്. ദാനം തരുന്ന ആളുടെ മനസ്സ് നമുക്ക് നല്ലോണം അറിയാറുണ്ട്. തരുന്നത് ഞാൻ തരുകൊണ്ടല്ലേ നീ ജീവിക്കണേ, ഇതാണ് സങ്കല്പം. നമുക്ക് ഈ ഭാഗവതം ഇങ്ങനെ ഉള്ളിലുണ്ടാവുകൊണ്ട് അപ്പം ചിറിയ വരാറ്. എന്താ ചിരി വരാനുള്ള കാരണം വെച്ചാൽ ഉണയിക്കാനുള്ള കാശ് ഭഗവാൻ ഇങ്ങനെ കുറേശ്ശെ പണിയൊക്കെ എടുക്കുമ്പോൾ തരുന്നുണ്ട്. ഈ പ്രഭാഷണത്തിലൊന്നും കിട്ടിയിട്ടല്ല കേട്ടോ. ഈ യൂട്യൂബിൽ കിട്ടുമ്പോൾ എൻ്റെ യൂട്യൂബ് ആർക്കും വേണ്ടേനി. അപ്പോൾ അതിൻ്റെ സാരം എന്താ? അത് കിട്ടാതെ യോഗ്യമില്ല, അത്രയേ ഉള്ളൂ. അർത്ഥം മനസ്സിലാക്കിയിട്ട് നല്ലോണം അത് ഫ്രീ ആയിട്ട് ദേഹത്തിനും മനസ്സിനും സ്വസ്ഥത വേണം, അന്തരീക്ഷം സ്വസ്ഥമാവണം. അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. അത് ഉള്ളിൽ നിന്ന് വരണം. അപ്പോൾ ആ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ ഇത്രയും കാലം ഭാഗവത് ഉപാസിച്ചതിൻ്റെ ഫലമായിട്ടാണല്ലോ ഇതെനിക്ക് കിട്ടിയത് എന്ന് തോന്നാറുണ്ട്. ഇതാണ് നിങ്ങൾക്കും കിട്ടേണ്ടത്. ഇത് കേൾക്കുന്നവർക്ക് ഇത് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടേണ്ടത്. ഇത് വല്ലാത്തൊരു അനുഭൂതിയാണ്. യഥാർത്ഥത്തിൽ ദാനം വാങ്ങുന്നയാൾക്കാണ് പ്രാധാന്യം, ദാനം കൊടുക്കുന്നയാൾക്കല്ല. അത് അറിഞ്ഞിട്ട് വേണം. പ്രത്യേകിച്ച് ബ്രാഹ്മണന്മാർക്ക് ദാനം കൊടുക്കുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം.
ഇങ്ങനെ ധൈര്യപൂർവ്വം ആ ദാനത്തെ അങ്ങോട്ട് കൊടുക്കാൻ നിൽക്കുകയാണ്. ആരാ ശപിച്ചതറിയോ? വിശ്വജിത്ത് യാഗം ചെയ്തിട്ട് ഈ 14 ലോകങ്ങളും സ്വന്താക്കാൻ വേണ്ടി ഒപ്പം കൂട്ടുനിന്നയാളാണ്. ഗുരുവാണ്, വിപ്രനാണ്, ബ്രാഹ്മണനാണ്. അദ്ദേഹം ശപിച്ചത്. എന്നിട്ടും ബലി പിന്മാറിയില്ല. എന്താ കാരണം? ഭാവഗ്രാഹി ജനാർദ്ദന. അതാണ് താതാത്മ്യം വന്നു ബലിക്ക്. ഈ വിഷ്ണുവിന് കൊടുത്തിട്ടില്ല വെച്ചാൽ ഇങ്ങനെ ഒരു അവസരം ഇനി കിട്ടില്ല. 100ാമത്തെ യാഗ. വിഷ്ണു വന്നിട്ട് ചോദിക്കുകയാണ്. ഗുരുവിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് ഗുരുക്കന്മാരെ പോലെയല്ല. വീണ്ടും ആശ്രയിച്ചു കഴിഞ്ഞാൽ ശിഷ്യനോട് വലിയ സ്നേഹമാണ്. അപ്പം ഈ ഗുരുവിനെ പാട്ടിലാക്കാൻ ഒരു പ്രയാസമില്ല. ഈ ശുക്രാചാര്യർക്ക് വിനയം മാത്രമേ വേണ്ടൂ, സമ്പാദ്യ മോഹങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ ദാനം കൊടുത്താലും എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഇനി എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല അത് കൂട്ടുക, ഞാൻ ശുക്രാചാര്യരുടെ കാലി കഴുകിയിട്ട് ജീവിച്ചോളാം. അതാണ് ബലി. ഈ ശുക്രാചാര്യരുടെ നല്ലോണം അറിയുന്നയാളാ. മരിച്ചു പോയതാ ഞാനേ. എന്നെ മൃതസഞ്ജീവനി ജലം കൊണ്ട് ജീവിപ്പിച്ച് ആദ്യത്തെ യാഗം ചെയ്യിച്ച് ഇപ്പോൾ ഇതാ 100 യാഗം ചെയ്യിച്ചു. ഇന്ദ്രപട്ടത്തിന് അർഹതയുണ്ട്. അപ്പം ഈ ഗുരുവിനെ ഞാൻ വിടുമോ? ഞാൻ വിടില്ല. ബലി നിശ്ചയിച്ചു. എന്നിട്ടാണ് ദാനം കൊടുത്തത്. ഈ ശാപമില്ലാച്ച അത് വിശ്വാസം ഉണ്ടാവില്ല, ഈ രീതിയിലോട്ട് കൊടുക്കൂല. അപ്പം ശിഷ്യനും വിഷ്ണുവും ഗുരുവും ഒരേപോലത്തുള്ള ഉയർന്ന മനസ്സിലാണ് ഈ കാര്യം ചെയ്യണത്. ശരിക്കും അതിൻ്റെ ആ ഒരു മർമ്മത്തിലേക്ക് നമ്മളാണ്ട് എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഭാഗ്യം. അതാണ് ഇവിടെ ഇതാണ്ട് പറഞ്ഞോട് കൂടിയിട്ട് വിന്ധ്യാവലി വെള്ളം കൊണ്ടുവന്നു, കാലി കഴുകിച്ചു. ആ തീർത്ഥം അറിഞ്ഞും കൊണ്ട്, നേരത്തെ അറിയാണ്ടേ ചെയ്തേ, ഇപ്പോൾ അറിഞ്ഞും കൊണ്ട് അത് സ്വീകരിച്ചു ബലി. ശിരസ് കുളിർമയായി, ദേഹം മുഴുവൻ കുളിർമ, രോമാഞ്ചം. ഭക്തൻ്റെ ആ പരമ കാഷ്ഠയിലെത്തി. വിന്ധ്യാവലിക്കും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞ് ഓം തത്സൽ ദാനം ചെയ്തു. 3 അടി മണ്ണേ ദാനം ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈ ദാനം അങ്ങോട്ട് കഴിഞ്ഞോട് കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ? ദാനം 3 അടി മണ്ണേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ പുഷ്പവൃഷ്ടി ഉണ്ടായി, കൊട്ട, പാട്ട്, വേദസ്തുതി, വലിയ വാദ്യഘോഷം. എല്ലാവരുടെ മനസ്സിലും ആഹ്ലാദം തിങ്ങി നിറഞ്ഞു. വേറൊന്നിനും സ്ഥലമില്ല. സകലതും മറന്നു. വിഷ്ണു പ്രഭാവം. ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ബലി ഇതാ ചെയ്തിരിക്കണോ? ശുക്രാചാര്യരുടെ മനസ്സ് മാക്സിമത്തിലെത്തി. വിഷ്ണു അറിഞ്ഞ എങ്ങനെ അറിയോ? പ്രഹ്ലാദിനേക്കാൾ മീതിയാണല്ലോ ഈ പേരക്കുട്ടൻ. മിടുക്കൻ, നന്നായിട്ടാ. അതേപോലെ ഭഗവാനിലാണല്ലോ മനസ്സ് എല്ലാവരുടെയും. പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് ഈ ഭഗവാനിലാണ്. അപ്പോൾ ഇനി ഈ ബലിയെ അനുഗ്രഹിക്കണം. എങ്ങനെ അനുഗ്രഹിക്കേണ്ടത്? താൻ ആരാണ് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം. അത് കണക്കാക്കിക്കൊണ്ട് ഭഗവാൻ ആ ദാനം ഇങ്ങോട്ട് വാങ്ങി പുറത്തേക്ക് ഇറങ്ങി വലുതാവാൻ തുടങ്ങി. തൻ്റെ മഹത്വം മുഴുവൻ ബലി അത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ബലി കണ്ടു. വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ആ വാമനനെ കണ്ടു. വിരാട് പുരുഷനായിട്ട് വളർന്നു. ത്രിമൂർത്തികളെ കണ്ടു, ദേവന്മാരെ കണ്ടു, പ്രപഞ്ചം മുഴുവൻ കണ്ടു, 14 ലോകങ്ങളും കണ്ടു. താനും തൻ്റെ ഭാര്യയും ആ കുടുംബമൊക്കെ കണ്ടു. ശുക്രാചാര്യരെ ഏറ്റവും ബഹുമാനിതനായിട്ട് നിൽക്കണു. തന്നെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണനെ കണ്ടു ശുക്രാചാര്യരെ. ഭാവന അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 24 തത്വങ്ങളെ കണ്ടു, അല്ലെങ്കിൽ 108 പർവ്വതമോ നദിയോ എന്തൊക്കെയാ വെച്ചാൽ അത് മുഴുവൻ പാലാഴി നാഥനായിട്ടുള്ള ആ അനന്തപത്മനാഭനെ കണ്ടു. അംഗപ്രത്യംഗം മുഴുവൻ ദേവന്മാരുടെ ഒരു 33 കോടി ദേവകളാണ്. അതേപോലെ തന്നെ സത്തുണ്ട്, അസത്തുണ്ട്, സ്ഥാവരമുണ്ട്, ജംഗമുണ്ട്, ബ്രഹ്മാണ്ടം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ അതിൽ ഇരിക്കുന്നു. അരക്കെട്ടിൻ്റെ മുൻഭാഗത്ത് താനാകുന്ന ബലി നേതാവായിട്ട് ഇരിക്കുന്നുണ്ട്. ഒപ്പം അസുരന്മാരിയ്ക്കുന്നുണ്ട്. സർവം വിഷ്ണുമയം. ബലിക്ക് വളരെയധികം സന്തോഷമായി. അപ്പോൾ അസുരന്മാർക്ക് ആകെ ഒരു വിഷമം ഈ സമയത്തെ. കാരണം ബാക്കിയുള്ള
ഒക്കെ പോയി. ഒക്കെ പോയപ്പോൾ എന്താ ചെയ്യുക? അസുരന്മാരെ യുദ്ധം ചെയ്യാൻ വേണ്ടി നിന്നു. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തറിയോ? ശാർഗം എന്നുള്ള വില്ലെടുത്തു, ഇടിനാഥം മുഴക്കുന്നതായിട്ടുള്ള ശംഖ്, അതേപോലെ കൗമോദിക എന്ന ഗദ, വിദ്യാധരൻ നന്ദകം എന്ന വാള്, 100 ചന്ദ്രക്കലയുള്ളതായിട്ടുള്ള പരിച, അമ്പൊടുങ്ങാത്തതായിട്ടുള്ള അവനാഴി, നിറയെ പാർഷദന്മാർ, എത്രയെന്ന് ചോദിക്കരുത്, അത്ര കുടികളുണ്ട്. അതേപോലെ എല്ലാവരും ഒരേപോലെ തന്നെ ഈ ഭഗവത്വത്തെ സ്വീകരിച്ചവര്, ഭഗവാനെ അനുകൂലിക്കുന്നവര്, ഭഗവാന് വേണ്ടി സേവനം ചെയ്യാന്നുള്ളവര്, കൗസ്തുഭം എന്ന പത്മരാഗം അണിഞ്ഞുകൊണ്ട് ഭഗവാൻ ലക്ഷ്മി വർഷസിലുണ്ട്, വനമാലയുണ്ട്, ശ്രീവത്സം എന്ന മറുകുണ്ട്. ഭഗവാൻ അതീവ തേജസ്വിയായിട്ട് പ്രസന്ന മുഖത്തോട് കൂടിയിട്ടിരിക്കണു. വലത്തെ കാലുകൊണ്ട് ഭൂമിയും അടിഭാഗവും അളന്നു. ശുക്രാചാര്യ പറഞ്ഞ പോലെ തന്നെ ബാഹുക്കളെ കൊണ്ട് അന്തരീക്ഷം മുഴുവൻ അളന്നെടുത്തു. ശരീരം കൊണ്ട് ഇനി എല്ലാം സ്വന്താക്കി, ഒന്നുമില്ല ബാക്കി, നിറഞ്ഞു നിന്നു. അതേപോലെ തന്നെ ഇടത്തെ കാലുകൊണ്ട് ഊർധ്വലോകം, ഇടത്തെ കാലുകൊണ്ടാണ്, വലത്തെ കാലുകൊണ്ട് അടിഭാഗം, ഇടത്തെ കാലുകൊണ്ട് ഊർധ്വഭാഗം, ബ്രഹ്മാണ്ടം മുഴുവൻ അളന്നു. 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ല. തള്ളവിരൽ ബ്രഹ്മാണ്ടം ലേശം അങ്ങോട്ട് ഭേദിച്ചപ്പോൾ ബ്രഹ്മാവ് അടിക്കേണ്ടത് സത്യലോകത്തിൽ. തൻ്റെ ഭഗവാനല്ലേ പറഞ്ഞേ, വേഗം കാലി കഴുകി ആ തീർത്ഥം ഈ കമണ്ടലിൽ വീണ്ടും നിറച്ചു. അപ്പോഴേക്കും മഹാദേവൻ അടിക്കേണ്ട, മഹാദേവൻ അത് ശിരസിൽ സ്വീകരിച്ചു ഗംഗയായിട്ട്. അതേപോലെ ഓരോരുത്തരും, ഈ ബ്രഹ്മാണ്ടത്തിലുള്ള ഓരോരുത്തരും, ധ്രുവൻ തൊട്ടുള്ള സകലരും, സപ്തർഷികൾ, അങ്ങനെ ക്രമേണ അധലോകം വരെ, പാതാളത്തിൽ വരെ എത്തിയത്. അനന്തഭഗവാനും അത് സ്വീകരിച്ചു. ഇങ്ങനെ ഭഗവാന്റെ ആ തീർത്ഥം സ്വീകരിച്ചതായിട്ടുള്ള ആ രംഗത്ത് 20ാമത്തെ അധ്യായം അവിടെ കഴിഞ്ഞു. ഇനി 21ാമത്തെ അധ്യായം മുതൽ നമുക്കത് പറയാം, അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭക്തന്മാരോട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യുക. ഭാഗവത തത്വം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുമാറാകട്ടെ. ഇപ്പോൾ കുട്ടികളായാലും വലിയവരായാലും ഉത്തരവാദിത്വമുള്ള ഗൃഹസ്ഥന്മാരായാലും വലിയ ജോലിയിലിരിക്കായാലും പലതും ഇതിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും, പ്രയോഗിക്കാൻ സാധിക്കും. അതിന് ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നാരായണ